നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻഗണന നൽകുമെന്ന് പി.കെ. പ്രവീൺ എം.എൽ.എ. കൂത്തുപറമ്പ് പ്രസ് ഫോറത്തിന്റെ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു എം.എൽ.എ. പാനൂർ താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി കിഫ്ബി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെന്ന് പി.കെ. പ്രവീൺ എം.എൽ.എ. കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ പ്രവൃത്തികൾ വേഗത്തിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂത്തുപറമ്പ് പ്രസ് ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു പി.കെ. പ്രവീൺ എം.എൽ.എ. ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മുൻ ജനപ്രതിനിധികളായ ശ്രീ കെ.പി. മോഹനേട്ടനും ശൈല ടീച്ചറും തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടത് പ്രത്യേകിച്ച് കൂത്തുപറമ്പ് ടൗണിലുള്ള താലൂക്ക് ആശുപത്രിയുടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ മാറ്റിക്കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മറ്റുള്ള ആ പുതിയ ബിൽഡിങ്ങിലേക്കുള്ള മാറ്റത്തിന് തുടക്കം കുറിക്കാൻ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ തുടക്കം കുറിക്കാൻ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജീവനക്കാരുടെ കുറവ് അവിടെയുണ്ട്. അത് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരനുമായി സംസാരിച്ച് അതിനുവേണ്ട പരിഹാരം കാണാനും ഇനിയുള്ള ദിവസങ്ങളിൽ മന്ത്രിയെ ധരിപ്പിച്ചുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. അതുകൂടെ നേരത്തെ റിംഗ് റോഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ട്രാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ടൗണാണ് കൂത്തുപറമ്പ്. റിംഗ് റോഡിന്റെ ആദ്യത്തെ ഘട്ടം തുടക്കം കുറിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഘട്ടത്തിന്റെ തുടക്കമെന്ന നിലയിൽ അതിന്റെ ചർച്ചയും നടത്തിക്കൊണ്ട് ആ വകുപ്പിന്റെ മന്ത്രിയുമായി ചർച്ച ചെയ്ത് അതും പരിഹരിക്കാനുള്ള പ്രവർത്തനം ഉണ്ടാവും. അതുകൂടാതെ നിയോജക മണ്ഡലത്തിലെ വേറൊരു ആശുപത്രിയാണ് പാനൂർ താലൂക്ക് ആശുപത്രി. അതുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യമായി കിഫ്ബി ഓഫീസിൽ പോവുകയും അവിടുത്തെ ഉദ്യോഗസ്ഥരെ കണ്ടു, അവരുമായി ചർച്ച ചെയ്തു. അതിൻ്റെ പ്രവർത്തനം നടത്തേണ്ട വാക്കോസ് എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, അവരെയും വിളിച്ച് അതിൽ ചില ഫണ്ടിൻ്റെ കുറച്ചുകൂടി കിട്ടാനുള്ള പുതിയ ഇതനുസരിച്ച് റവന്യൂയുടെ സ്പെഷ്യൽ തഹസിൽദാർ കൊടുത്തത് കുറച്ചുകൂടി ഫണ്ട് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടും മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഇനി മറ്റുള്ള ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. പക്ഷേ ഏത് പ്രവർത്തനം നടത്തുമ്പോഴും മുനിസിപ്പൽ ചെയർമാനായും അതേപോലെ തദ്ദേശ ഭരണ സ്ഥാപനമായ അവിടെയുള്ള ചെയർമാനുമായി ചർച്ച ചെയ്തുകൊണ്ട് മറ്റു ജനപ്രതിനിധികളായി കൂട്ടിച്ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അധ്യക്ഷ സൂചിപ്പിച്ച പോലെ കൂത്തുപറമ്പിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പിന്തുണ തരേണ്ടത് നിങ്ങളാണ്, മാധ്യമപ്രവർത്തകരാണ് തരേണ്ടത്. കാരണം ആദ്യത്തെ നവാഗതൻ എന്ന നിലയിൽ തുടക്കത്തിൽ ചിലതിനെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടാവില്ല. അത് മുൻ ജനപ്രതിനിധികളെയും ചർച്ച ചെയ്തു, ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു, ജനപ്രതിനിധികളിലെ തദ്ദേശ ഭരണ മുനിസിപ്പാലിറ്റിയിലെ ജനപ്രതിനിധികൾ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നോക്കുന്നത്. കൂത്തുപറമ്പിലെയും പാനൂരിലെയും ഗതാഗത കുരുക്ക് അഴിക്കാൻ റിംഗ് റോഡ് പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാനൂർ നഗരസഭയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകുമെന്നും എം.എൽ.എ. പറഞ്ഞു. പാനൂരിൽ പുതിയ സ്റ്റേഡിയം നിർമ്മിക്കും. കെ.പി. മോഹനൻ എം.എൽ.എ. നടപ്പിലാക്കിയ ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂത്തുപറമ്പ് പ്രസ് ഫോറം പ്രസിഡന്റ് എൻ ധനഞ്ജയൻ അധ്യക്ഷത വഹിച്ചു. കൂത്തുപറമ്പ് പ്രസ് ഫോറത്തിന്റെ എല്ലാവിധ ആശംസകളും ആദ്യമേ അറിയിക്കുക. കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിൻ്റെ വലിയ നിലയിലുള്ള വികസനവും അതുപോലെ തന്നെ ഈ മേഖലയിലെ ജനങ്ങൾക്കുള്ള ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ട് നിയമസഭയിൽ നല്ല രീതിയിൽ പ്രിയപ്പെട്ട പ്രവീണിന് പ്രവർത്തിക്കാൻ സാധിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ടി.കെ. അനീഷ് സ്വാഗതവും എം.എ. ബിജു നന്ദിയും പറഞ്ഞു. ടി. രവീന്ദ്രൻ, എൻ. സൂരജ് എന്നിവരും സംസാരിച്ചു. സമഗ്ര ന്യൂസ് പാനൂർ. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി.
ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.